ഹായ്, നമസ്കാരം. അനിൽ കോർപ്പനസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻഷുറൻസ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത്? നമ്മൾക്കൊക്കെ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ കുറേ ഉണ്ടാവും. പക്ഷേ എന്നാലും നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ സ്റ്റാഫ് അങ്ങനെ അറിയുന്ന ആരെങ്കിലും വന്ന് എടുത്ത പോളിസികളായിരിക്കും മിക്കവാറും. പക്ഷേ അതിലുപരി നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ടുള്ള ഉപകാരം അതിനെക്കുറിച്ച്, കാരണം നമ്മൾ 30 വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് ഒരുപാട്, കാരണം ഇൻഷുറൻസിൻ്റെ ഒരു പ്രാധാന്യം പലർക്കും മനസ്സിലായിട്ട് കുറേ പേർക്കൊക്കെ അറിയാം. പക്ഷെ എന്നാലും കാരണം നമ്മൾ കുറേ തവണ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ട് പോലും ചില കേസൊക്കെ എന്തെങ്കിലും സംഭവിച്ച് നമ്മൾ ഒരു നോക്കുകുത്തുകളായി മാറി നിൽക്കുമ്പോൾ, അപ്പം നിങ്ങൾ ഇൻഷുറൻസ് ആരെടുത്തുനിന്ന് എടുത്ത് എന്നതല്ല, അതിലുപരി നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ആ ഒരു സാമ്പത്തിക സംരക്ഷണം കിട്ടും. എന്നൊക്കെ നമ്മളുടെ വീടിന് ലോൺ ഉണ്ടാവും, കുട്ടികൾ പഠിക്കുന്നുണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചാൽ, അപ്പം നിങ്ങൾ പലപ്പോഴും വരുന്ന ആളുകളുടെ ഒരു ജസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസിൽ ഇപ്പോൾ ഒത്തിരി ഇതുണ്ട്. ഇപ്പം നമ്മളെ വരുന്ന ആളുകളെക്കാളും കൂടുതലായിട്ട് നല്ല അവയർനെസ് ഉള്ള ആളുകളാണ്. പക്ഷെ എന്നാലും അതിൻ്റെ ഇപ്പോൾ വലിയ വലിയ ഇൻഷുറൻസ് തുകയ്ക്കുള്ള പോളിസി എടുക്കുന്നത്. പക്ഷെ എന്നാലും ചില അവസരങ്ങൾ ചില വീടുകളൊക്കെ ചെന്ന് എന്തൊക്കെ സംഭവിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ഇൻഷുറൻസ് സംരക്ഷണം വളരെ കുറവ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയത്. അപ്പം നമുക്കിപ്പോൾ ഒരു എൻഡോമെൻറ്റ് പോളിസികൾ ഒരു 50 വയസ്സായുള്ള ആളുകളാണെങ്കിൽ 8 മുതൽ 50 വയസ്സുള്ള ആൾക്ക് എൻഡോമെൻറ്റ് പോളിസി ഉണ്ട്. പിന്നെ ജീവനോത്സവ്, അങ്ങനെ ഒരു പെൻഷൻ ടൈപ്പ്, പിന്നെ പെൻഷൻ പ്ലാനുകൾ, പിന്നെ എന്താ പറയുക, അങ്ങനെ ഒത്തിരി. ഇപ്പം നമുക്ക് ഒരു ഇൻഷുറൻസ് സംരക്ഷണം മാത്രമല്ല, ഒരു ലോണായിട്ട് മുമ്പൊക്കെ ടാക്സിൻ്റെ ഒരു ഇത്, പക്ഷേ ഇപ്പം ടാക്സ് ലാബിൽ ഉള്ളതുകൊണ്ട് കുറച്ച് തരും. പക്ഷേ ടാക്സ് ലാബ് മറ്റുള്ളതിനും കാര്യത്തിനൊക്കെ ഇൻഷുറൻസ് സംരക്ഷണമാണ് നമുക്കറിയാം. ടേം ഇൻഷുറൻസ്, എൻഡോമെൻറ്റ് പ്ലാൻസ്, മണി ബാക്ക് പ്ലാൻസ്, അങ്ങനെ ഒത്തിരി. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ പോക്കറ്റിൻ്റെ വലുപ്പനുസരിച്ചിട്ട് അവർ, അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ എടുത്തിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയ പോളിസികൾ, ഇപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസം പറ്റിയ ജീവൻ ലക്ഷ്യ, പിന്നെ ജീവൻ ഉത്സവ് ഓപ്ഷൻ 2 എടുക്കുകയാണെങ്കിൽ നമുക്ക് 5.5% കോമ്പൗണ്ടിങ് ആയിട്ട് അങ്ങനെ ഒത്തിരി നല്ല പ്ലാനുകൾ. ഇപ്പം 75 വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ നമ്മുടെ ജീവൻ അക്ഷയ, ജീവൻ ശാന്തി പോലുള്ള പെൻഷൻ പ്ലാൻ കുറച്ച് എമൗണ്ട്, ഇപ്പം ഫാദർ വിദേശത്തുള്ള മക്കളാണെങ്കിൽ ഫാദറിൻ്റെ പേരിൽ എന്തെങ്കിലും എമൗണ്ട് ഇട്ട് കൊടുത്താൽ അത് അവർക്ക് പെൻഷനായിട്ട് ഒരു മാസം വരുമാനം ഒരു 1000 രൂപ 2000 അവർ മാസം നമ്മളെ